അയ്യപ്പന അല്ലെങ്കിൽ നാഗവെറ്റില. ഇവയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു സസ്യമാണ് വിശല്യകരണി അല്ലെങ്കിൽ അയ്യപ്പന അല്ലെങ്കിൽ നാഗവെറ്റില. പഴുത്തതോ അറ്റാതോ ഉള്ള ഈ അയ്യപ്പനയുടെ 2 ഇലയെടുത്ത് ചവച്ചു കഴിച്ചാൽ ക്ഷീണം മാറുന്നതായി കാണാം. മാത്രമല്ല, നെഞ്ചരിച്ചിൽ ഉള്ള ആളുകൾ 2 ഇല ചവച്ചരച്ച് കഴിച്ചാൽ നമ്മുടെ നെഞ്ചരിച്ചിൽ മാറുന്നതാണ്. അയ്യപ്പനയുടെ ഇലയെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ ചാറ് പുരട്ടിയാൽ എത്ര ഉണങ്ങാത്ത മുറിവും ഉണങ്ങുന്നതാണ്. മാത്രമല്ല, ഇലയുടെ നീർ വീണാൽ ജന്തുക്കൾ കടിച്ചു ഭാഗത്ത് പുരട്ടുകയുമാണെങ്കിൽ വേദന കുറയുന്നതുമാണ്. വായിലെ തൊലി പോകുന്ന അസുഖങ്ങളുള്ള ആളുകൾ ദിവസവും 2 ഇലയെടുത്ത് ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ അസുഖം മാറുന്നതായി കാണാം. പൈൽസിന് ഏറ്റവും നല്ല ഔഷധമാണ് അയ്യപ്പന എന്ന സസ്യം. അയ്യപ്പനയുടെ 7 ഇലയെടുത്ത് കറന്ന പശുവിൻ പാലിൽ ഇടിച്ചു ചേർത്ത് 4 ദിവസം കഴിക്കുകയാണെങ്കിൽ പൈൽസ് മാറുമെന്ന് പറയപ്പെടുന്നുണ്ട്. 7 ഇലയെടുത്ത് 2 ചുവന്നുള്ളിയും ചേർത്ത് ഇടിച്ച് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് കഴിക്കുകയാണെങ്കിൽ സോറിയാസിസ് എന്ന അസുഖം ഒരു പരിധിവരെ കുറയുന്നതാണ്. അയ്യപ്പന എന്ന സസ്യം ഉള്ളയിടത്ത് പാമ്പുകൾ വരില്ലെന്ന വിശ്വാസം നിലനിൽക്കുന്നു. രക്തസ്രാവം നിർത്താനും ഇത് ഫലപ്രദമാണ്. അണുബാധ തടയാൻ ഇതിന് അണുക്കളെ ചെറുക്കാനുള്ള കഴിവുണ്ട്. പനി കുറയ്ക്കാൻ ചില ആയുർവേദ ചികിത്സകളിൽ പനി കുറയ്ക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ദഹന പ്രശ്നങ്ങൾക്ക്, ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമായി ഉപയോഗിക്കാറുണ്ട്. ഒട്ടേറെ ഗുണങ്ങളുണ്ടെങ്കിലും ഏതൊരു ഔഷധസസ്യം ഉപയോഗിക്കുമ്പോഴും ഒരു വൈദ്യന്റെ നിർദ്ദേശം തേടുന്നത് വളരെ പ്രധാനമാണ്.